അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് അറബിയുടെ വീട്ടിൽ ഫർസാനക്ക് ദിവസം തോറും ടെൻഷൻ കൂടിക്കൊണ്ട് വരികയാണ്. റബ്ബേ, ഇതിപ്പോൾ എന്തൊക്കെ തന്നെ ഇതാ എൻ്റെ വയറ് ചെറുതായി ഒന്ന് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അവൾ ശരിക്കും ഭയക്കുന്നു. താൻ ഒളിപ്പിച്ചു വെച്ച അത് അറബിയോട് മാത്രം പറഞ്ഞ ആ രഹസ്യം എൻ്റെ റബ്ബേ പുറത്താകുമോ എന്നുവരെ അവൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. വിശ്വസ്തയായ ഒരു അനിയത്തിയെ പോലെയാണ് ജെയ്ത്തൂൻ ബീവി എന്നെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ. അതിൽ ഒരു പിഴവ് വന്നാൽ, അല്ലെങ്കിൽ നീ ചതിച്ചുവല്ലേ ഞങ്ങളെ, നിനക്ക് ഇങ്ങനെയുള്ളത് എന്തുകൊണ്ട് നീ മറച്ചു വെച്ചു എന്നെങ്ങാനും പറഞ്ഞ് എൻ്റെ നേർക്ക് വന്നാൽ പഠിച്ചോനെ എല്ലാം നഷ്ടാവും. അത് മാത്രമെന്നല്ല, എൻ്റെ വീട്ടിലേക്ക് 2-3 പ്രാവശ്യമായി അയച്ച ആ ഒരു ക്യാഷ്, അവരുടെ ബുദ്ധിമുട്ടുകൾ തീർക്കുവാനുള്ള ആ പണം, അതെല്ലാം ഇല്ലാതാകും. വീണ്ടും ഞാൻ ഒറ്റക്കായി പോകും. ആരാരുമില്ലാതെ എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനെയും ചുമന്നുകൊണ്ട്. റബ്ബേ, എല്ലാത്തിനും നീ രക്ഷപ്പെടുത്ത്. അറിയാത്ത പ്രായത്തിൽ അറിയാത്ത കാലത്ത് ബുദ്ധിമോശം കൊണ്ട് വലിയൊരു തെറ്റ് ഞാൻ ചെയ്തു കഴിഞ്ഞതാണ്. അതിൽ എനിക്കുണ്ടായ കുഞ്ഞിനെ എൻ്റെ റബ്ബേ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയുന്നില്ല. എനിക്ക് തോന്നുകയാണ് എന്നെ എല്ലാവരും ഉപേക്ഷിച്ച് പോകും. എനിക്ക് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒഴിവാക്കാൻ ഒരിക്കലും സാധ്യമല്ല. ഫർസാന ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ പിന്നിലൂടെ ആരോ വന്ന് പിടിച്ചു. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. മനോഹരമായ കൈകളായിരുന്നു. അതെ, തൻ്റെ വയറിലും തോളിലും വന്ന് പിന്നിലൂടെ പിടിച്ചു. എന്താ, പേടിച്ചോ? ഓ എൻ്റെ റബ്ബേ, ഞാനാകെ പേടിച്ചു. അത് മറ്റാരും ആയിരുന്നില്ല, അത് നമ്മുടെ ജെയ്ത്തൂൻ ബീവി ആയിരുന്നു. ഓ, നീ കരുതിയിട്ടുണ്ടാവും അർബാവാണെന്നല്ലേ? അതെ, ഞാൻ ശരിക്കും ഭയന്നു ബീവി. സത്യമായിട്ടും ഞാൻ ഞെട്ടിപ്പോയി. എന്തിനാ പിന്നെ ഞെട്ടുന്നത്? അപ്പോൾ അർബാവ് നിന്നോട് അത്ര നല്ല രീതിയിലൊന്നും പെരുമാറാറില്ലേ? ഒരു ഭാര്യയും ഭർത്താവായി കഴിഞ്ഞാൽ മാക്സിമം സ്നേഹം ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം അവർ ചെയ്യുകയും വേണം. അതെങ്ങനെ തന്നെ ആയാലും. അല്ല പെണ്ണെ, ഞാൻ നിന്നോട് ചോദിക്കട്ടെ? എനിക്കിപ്പോൾ ടെൻഷനാണ്. ദിവസം എണ്ണിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാൻ, ഓരോ ദിവസം കഴിയണതനുസരിച്ച്. സത്യമായിട്ടും ഫർസാന, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? അത് കേട്ടപ്പോൾ അവൾ മൗനമാണ് പാലിച്ചത്. വേണ്ട, ഞാൻ ചോദിച്ചു എന്ന് മാത്രം. ഒന്നും വിചാരിക്കൊന്നും വേണ്ട കേട്ടോ. എന്തൊക്കെ തന്നെയാലും പഠിച്ചവനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ, അധികം വൈകാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധ്യമാവാൻ. അതേ എനിക്കുള്ളൂ, ഇൻഷാ അല്ലാ. അല്ല ഫർസാന, നീ എന്തിനാ ശരിക്കും ഞെട്ടിയത്? നിന്റെ ഭർത്താവല്ലാതെ ഒരാൾ നിന്നെ അങ്ങനെ പിന്നിലൂടെ വന്ന് പിടിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇല്ല, അത് എനിക്ക് പെട്ടെന്നേ എന്തൊക്കെയോ. ആഹാ, ഇനി അങ്ങനെ ഏത് നിമിഷവും ഉണ്ടാവും കേട്ടോ. സെയ്ഫ് നിന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നില്ലേ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അല്പം ടെൻഷനുണ്ട്. എനിക്കതൊന്ന് തീർക്കണം. വേണ്ട, എന്നോട് നല്ല റാഹത്തോട് കൂടി തന്നെ നല്ല രീതിയിൽ തന്നെയാണ്. ആയിക്കോട്ടെ, എനിക്കത് കേട്ടാൽ മതി. ഞാൻ ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്നത് എന്തിൻ്റെ അർത്ഥത്തിൽ നിനക്കറിയോ? നീയും സെയ്ഫും കൂടി ഒരുമിച്ചിട്ട് നല്ലൊരു ജീവിതമുണ്ടായി അതിൽ കുഞ്ഞുങ്ങളുണ്ടായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്താ പറ്റില്ലേ? എൻ്റെ ഫർസാന, നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എൻ്റെ ജീവിതം ഇപ്പോൾ. അതിൽ നിൻ്റെ കാര്യം എനിക്ക് പ്രത്യേകമായി സൂക്ഷിക്കൽ അത്യാവശ്യമാണ്. നീ ഇന്നലെ കൊണ്ടുവന്ന വെച്ച ഫ്രൂട്ട്സും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇതുവരെയായിട്ട്. ഞാൻ കഴിച്ചു, അത് മതി എനിക്ക്. അല്ല, കുങ്കുമപ്പൂവിട്ട പാലോ അതും ഞാൻ കൊണ്ട് വന്ന് തരണോ നിനക്ക്? അത് അല്പം പാലിലിട്ട് കുടിച്ചൂടെ? ഞാനത് ഇൻഷാ അല്ലാ കുടിച്ചോണ്ട്. എന്ന്? ഗർഭിണി ആയതിനു ശേഷം കുടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, അതിന് മുമ്പ് തന്നെ കുടിക്കണേ. അതാണ് നല്ലത്. നിൻ്റെ ശരീരത്തിന് നല്ല പുഷ്ടിയും കളറും നല്ല ഗ്ലൈസിങ്ങും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ കുഞ്ഞിനും അതുപോലൊക്കെ വരും. അതാണ് ഞാൻ പറയുന്നത്. ബീവിയുടെ സ്നേഹത്തിന് മുമ്പിൽ ഫർസാനക്ക് ഒന്നും പറയുവാൻ ഉണ്ടായിരുന്നില്ല. എൻ്റെ റബ്ബേ, ഏതെങ്കിലും ഭർത്താവിൻ്റെ ആദ്യ ഭാര്യമാർ ഇങ്ങനെ പറയോ? അവർ തമ്മിൽ എപ്പോഴും ശത്രുക്കളായിരിക്കും. ഞാൻ
എത്ര ഭാഗ്യവതിയാണ്, ഭാര്യയല്ല എന്നിട്ട് പോലും പാവം ബീവി ഒന്നും അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ പോവട്ടെ, ഒന്നും അറിയണ്ട. അന്ന് സെയ്ത്തൂൻ ബീവി അവിടെ നിന്ന് പോയി. അവിടെ അതാ സെയ്ഫ് ഒറ്റയ്ക്കിരിക്കുന്നു. സെയ്ഫ്, എന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നത്? ഫർസാനയില്ലേ, അങ്ങോട്ട് പോ. അല്ല സെയ്ഫ്, ഞാൻ ചില ദിവസങ്ങളിലായി ശ്രദ്ധിക്കുന്നു, പല വട്ടങ്ങളിലായിട്ട് എന്താ പഴയൊരു സ്നേഹം ഫർസാനയോട് കാണിക്കാത്തതായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. എന്താ വേണം നീ പറയുന്നത്? എന്തെൻ്റെ സെയ്ത്തൻ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അറബി അവളുടെ കവിളുകളിൽ നുള്ളി. ആ കവിളുകൾ ചുവന്നു തൊടുത്തു. ഹോ എൻ്റെ ബീവി, റോസാപ്പൂ പോലുള്ള നിൻ്റെ മനോഹരമായ കവിളുകൾ കാണാൻ എന്ത് ഭംഗിയാ പെണ്ണേ. അർബാവ് പ്ലീസ്, എന്നെ ഇങ്ങനെ സുഖിപ്പിക്കരുത്. എന്നെ കുറെ സുഖിപ്പിച്ചതല്ലേ. ഫർസാനയോട് ഇങ്ങനെയൊക്കെ പറയണം. അവൾക്ക് മതിയായ സ്നേഹം കിട്ടുന്നില്ല എന്നെനിക്ക് തോന്നുന്നുണ്ട്. അതെന്താ? ഞാനറിയാതെ അവളുടെ പിന്നിലൂടെ ഒന്ന് പോയി സെയ്ഫ് പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ചു. പക്ഷെ അവൾ ഞെട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അവളാകെ ടെൻഷനായി. അതെന്തിനാ? അത് അപ്പോൾ സെയ്ഫ് അങ്ങനെയൊന്നും അവളെ സന്തോഷിപ്പിക്കാറില്ല അല്ലേ? ആര് പറഞ്ഞു ഇല്ലാന്ന്? അതൊക്കെയുണ്ട്. പിന്നെ ഓരോ ലിമിറ്റ് ഉണ്ട് എൻ്റെ പെണ്ണെ. സെയ്ത്തൂൻ ബീവിയെ പിടിച്ച് നെഞ്ചിലേക്കിട്ട് അതാ അദ്ദേഹം പറയുന്നു, എൻ്റെ ആദ്യത്തെ ഭാര്യ നീയാണ്. എനിക്ക് നിന്നെ പോലെ സ്നേഹിക്കാൻ ഒരിക്കലും ആവില്ല അവളെ. അവൾ എന്തൊക്കെ തന്നെയാലും രണ്ടാമത്തതല്ലേ. എനിക്ക് അത്രയേ കഴിയുള്ളൂ. പ്ലീസ് എന്നോട് പൊറുക്കണം. എനിക്ക് എൻ്റെ ബീവി ഉണ്ടല്ലോ, എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാത്തിനുമായിട്ട്. എനിക്ക് കുഞ്ഞുങ്ങളെ തരാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അത് ഞാനങ്ങ് സോൾവ് ചെയ്യുകയും ചെയ്തു. പക്ഷെ നിൻ്റെ നിർബന്ധപ്രകാരമാണ് വീണ്ടും അതിന് വേണ്ടിയിട്ടൊക്കെ നിന്നത്. എന്താ സെയ്ഫ് പറയുന്നതങ്ങ്? ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല കേട്ടോ. എനിക്കൊരിക്കലും ഇഷ്ടമല്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. എപ്പോഴും ഫർസാനയെ പൊക്കി പറയണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമല്ല അവൾക്ക് സമാധാന ജീവിതം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഓക്കെ ഇൻഷാ അല്ലാ, ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ. അറബി അത് പറഞ്ഞ് നിർത്തി. എന്താ നിർത്തിയത്? കഴിയുന്ന രീതിയിൽ. ബാക്കി കൂടി വേണ്ട, ഒന്നും ഞാൻ പറയുന്നില്ല. എല്ലാം അള്ളാഹു കാണുന്നുണ്ടല്ലോ. അതിനെന്താ, പടച്ചറബ് കാണണം, സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ പഠിച്ചവനോട് നമ്മളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അല്ലാതെ എൻ്റെ അടുക്കൽ കൂടുതൽ അവളുടെ അടുക്കൽ കുറച്ചായി കഴിഞ്ഞാലേ ശരിക്കും എൻ്റെ അർബാവ് കാട്ടുന്നത് അനീതിയാണ്. അങ്ങനെ ചെയ്യരുത്. അവളുടെ അടുക്കലേക്ക് തന്നെ നിങ്ങൾ പോകണം. ചെല്ല്. അറബിയെ അതാ ബീവി നിർബന്ധിക്കുന്നു. പ്ലീസ് എന്നെ ഇപ്പം ഈ സമയത്ത് നീ നിർബന്ധിക്കരുത്. അത് പറഞ്ഞാൽ പറ്റില്ല. ഒന്നങ്ങ് ചെന്നേ ഫർസാനയുടെ അരികിലേക്ക്. പിന്നെ അജുവ ഈത്തപ്പഴങ്ങളും കുങ്കുമപ്പൂവുള്ള പാലും അതൊക്കെ അവളോട് ഞാൻ കുടിക്കാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവൾ അതൊന്നും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇടയ്ക്കൊന്ന് സൂചിപ്പിച്ച് കൊടുക്കണേ. ഇൻഷാ അല്ലാ, ഞാൻ സൂചിപ്പിക്കാം. തൻ്റെ ഭർത്താവിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് അവൾക്ക് തോന്നുകയാണ്. പഴയതിനേക്കാളും ഫർസാനയോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്നും അവൾക്ക് തോന്നാതില്ല. അവൾ പ്രാർത്ഥിച്ചു, പഠിച്ചോനെ എന്തൊക്കെ തന്നെയായാലും നല്ലൊരു ജീവിതം അത് ഉണ്ടാകണം. അവൾക്കൊരിക്കലും വിഷമം വരാൻ പാടില്ല. കാരണം അവളിലൂടെ ഞാൻ പലതും ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഭർത്താവിനെ നിർബന്ധിച്ച് മറ്റേ ഭാര്യയുടെ അടുക്കലേക്ക് അതാ സെയ്ത്തൂൻ ബീവി പറഞ്ഞയച്ചു. അറബിക്ക് എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. അദ്ദേഹം ആ വിശാലമായ റൂമിലേക്ക് കയറി. പക്ഷെ അപ്പോഴൊന്നും അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ സെയ്ത്തൂൻ ബീവിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാനാണ് അറബി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഭാര്യയുടെ നിർബന്ധപ്രകാരം ഇങ്ങോട്ട് ഒഴിഞ്ഞു പോവുകയാണ്. ഫർസാനയും തൻ്റെ ഭർത്താവും ഒരുമിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് ബീവി സന്തോഷിക്കുന്നു. അല്ലാ, ഒന്നുമല്ല, ഒന്നിങ്ങോട്ട് റെഡിയായി കിട്ടിയാൽ മതി. എന്നാൽ തന്നെ ഭയങ്കര സന്തോഷമായി. എൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഒരിക്കലും എൻ്റെ ഭർത്താവിനെ നിർബന്ധിച്ച് പറഞ്ഞയക്കില്ല. എന്താ ചെയ്യുക, എൻ്റെ മനസ്സത്തെ ഒരു ആഗ്രഹം അങ്ങനെ ആയിപ്പോയി. ഇനി എന്ത് ചെയ്യാനാ? ഈ സമയം ഷെഫി ഉസ്താദിൻ്റെ വീട്ടിൽ ആ ഉമ്മ ആലോചിക്കാണ്, പഠിച്ചോനെ ഇത്രയും വലിയൊരു സംഖ്യ അവർ എൻ്റെ മകൻക്ക് വേണ്ടി സമ്മാനമായി കൊണ്ടുവന്ന് തന്നിരിക്കുന്നു. റബ്ബേ, ഇത് എൻ്റെ മോനറിയുമ്പോൾ എന്തായിരിക്കും? എന്നോട് പറഞ്ഞത് തൽക്കാലം മകനെ അറിയണ്ട എന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസം അതാ ഉസ്താദ് വീട്ടിൽ വന്നപ്പോൾ, മോനെ ഉമ്മാൻ്റെ കുട്ടിൻ്റെ കല്യാണത്തിൻ്റെ കാര്യം നമുക്ക് നോക്കി തുടങ്ങാം കേട്ടോ. മഹറിൻ്റെ കാര്യത്തിലൊന്നും എൻ്റെ കുട്ടി പേടിക്കണ്ട, അതൊക്കെ ഉമ്മ എനിക്ക് തരും. ഉമ്മ
അത് ഞാൻ അധ്വാനിച്ച പണം കൊണ്ട് മഹർ വാങ്ങണമെന്നാണ് എൻ്റെ ഒരു ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ പോകുമ്പോഴേ ഒരു പണ്ടം കിട്ടണം. എൻ്റെ പൊന്നാരമ്മ അപ്പോൾ അതൊന്നും വേണ്ട. അതൊക്കെ മോനെ ഇപ്പം അങ്ങനെയാണ്. കാണാൻ പോയി ഇഷ്ടപ്പെട്ട ഒരു കൈച്ചീന അല്ലെങ്കിൽ ഒരു മാലെങ്കിലും കെട്ടിപ്പോരണം. അത് എൻ്റെ ഒരു ഇഷ്ടത്തിന്. എൻ്റെ മഹറായിട്ടല്ല. എനിക്ക് പിന്നെ നിക്കാഹ് അയച്ചത് ഞാൻ മഹർ കൊടുത്തോ, നോ പ്രോബ്ലം. അതൊന്നും കുഴപ്പമില്ല. ഉമ്മാക്ക് എന്ത് ഇത്ര നിർബന്ധം? ഉസ്താദും ഭാര്യയും വീട്ടിൽ വന്നതോ ഒന്നും ഉമ്മ പറഞ്ഞതേ ഇല്ല. ഒരു പക്ഷേ അവർ വീട്ടിൽ വന്നോ ക്യാഷ് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ തൽക്കാലം അറിയിക്കേണ്ട എന്ന് പറഞ്ഞതായിരുന്നു. അവരുടെ മോളുടെ കുറിച്ച് കല്യാണത്തിന് കാര്യമൊന്നും അവർ പറയണില്ല. ഈ ചെറിയ വീടും ഇതൊക്കെ കണ്ടപ്പോൾ ഓൾക്ക് കെട്ടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടുണ്ടാവില്ല. സാരില്ല, എൻ്റെ കുട്ടിക്ക് വേറെ ഏതെങ്കിലും ഒന്ന് നോക്കണം, അല്ലേ പറ്റില്ല. ഉമ്മ അന്ന് തന്നെ അയൽവാസിയായ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ പള്ളിയിലുള്ള ആ ഒരു ഉപ്പയുണ്ടല്ലോ, അവരോട് കാര്യങ്ങൾ പറഞ്ഞാൽ നല്ല ബന്ധങ്ങൾ കൊണ്ടുവരുമായിരിക്കും എന്ന് കരുതി താത്തയുടെ അടുക്കലെത്തി. താത്ത, ആ ആരത്? ഇങ്ങോട്ട് കയറിക്കോ മോളെ. എന്തൊക്കെ മോൻ പോയോ? ആ ഓൻ പോയി. അല്ല, അവിടെ ആരാ വന്നിരുന്നത്? ആ അത് മോൻ്റെ അവിടുത്തെ പള്ളിയത്തി മദ്രസത്തേക്ക് ഉസ്താദും ഭാര്യയും അല്ലേ തന്നെ. മാഷാ അല്ലാ. അല്ലടി, എന്താ മോൻ്റെ വർത്താനം? മോനെ കൊണ്ട് നോക്കണ്ടേ നമുക്ക്? താത്ത, അത് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. എനിക്ക് ആകെ ഒരു മോനേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ചാൽ നമുക്കനുസരിച്ചൊരു പെൺകുട്ടിനെ കിട്ടിയാലേ ഇൻഷാ അല്ലാ ഞാൻ കാക്കാനോട് പറഞ്ഞു നോക്കട്ടെ. പള്ളിയിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ആ പ്രായം ഇങ്ങനെ പെൺകുട്ടികളെ കെട്ടിക്കാണ്ടെങ്കിൽ പറയാൻ പറ്റൂലല്ലോ നമുക്ക്. ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടോ. ഞങ്ങൾ പിന്നെ വിചാരിച്ചു പിന്നെ കല്യാണത്തിനെ കുറിച്ചൊന്നും പറയണമില്ല. ഇനിയിപ്പോൾ എന്തെങ്കിലും മനസ്സിലങ്ങനെ വെച്ചേക്ക് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു വെച്ചേക്കണോ അതും അറിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വല്ലാതെ എന്നാൽ ആയിക്കോട്ടെ. എന്നാലേ ഞാൻ കാക്ക വന്നിട്ട് പറഞ്ഞോളട്ടോ. അന്ന് ആ വീട്ടിലെ ഉപ്പ രാത്രി പള്ളിയിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തോട് പറയുന്നു, നോക്കി എന്താ, അതെ നമ്മൾ തൊട്ടടുത്തുള്ള ഷെഫി ഉസ്താദില്ലേ, ആ കുട്ടിക്കൊരു പെൺകുട്ടിനെ വേണം. അല്ല ഓൻ കെട്ടാനൊക്കെ പ്രായക്കണം. പിന്നെന്താ 23-24 വയസ്സായില്ല, ഇനിയിപ്പോൾ എടുക്കുക ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാൻ പറഞ്ഞേക്കണം. പള്ളിയിൽ ആരോടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അങ്ങനെ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതേ കാര്യം നല്ലത്. ഇൻഷാ അല്ലാ ഒക്കെ നോക്കട്ടെ. അങ്ങനെ അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മക്ക് ആ രാത്രി നിറയെ സ്വപ്നങ്ങളായിരുന്നു. തനിക്ക് വരാൻ പോകുന്ന മരുമകളെക്കുറിച്ച്. തൻ്റെ മോന് കാര്യമായിട്ട് ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഉമ്മ തന്നെ അതിന് നേതൃത്വം ഏറ്റെടുക്കുകയാണ്. മോനോട് വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. മോനെ, ഇനി എൻ്റെ കുട്ടീനെ വെച്ചാൽ പറ്റൂല, നമുക്ക് വേഗം ഒന്നങ്ങോട്ട് റെഡിയാക്കണം. ഉമ്മയുടെ കയ്യിൽ അല്പം ക്യാഷും കൂടി കിട്ടിയപ്പോൾ അത് ചിലവാകാതെ പെട്ടെന്ന് മകൻ്റെ കല്യാണത്തിലേക്ക് ചിലവഴിക്കണം എന്നായിരുന്നു ഉമ്മ വിചാരിച്ചിരുന്നത്. ഉമ്മ, എന്താ നിങ്ങൾക്ക് ഇത്ര തിരക്ക്? മോന് തിരക്കുണ്ടായിട്ടില്ലടാ, എനിക്ക് സത്യം പറഞ്ഞ ബേജാറാണ്. എൻ്റെ കുട്ടി ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? അപ്പോൾ ഉമ്മ, കല്യാണം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചധികം ചിലവുള്ള പരിപാടിയാണ്. മഹർ മാത്രം പോരല്ലോ, കുറച്ച് ആളുകളെയൊക്കെ കൂട്ടി ഭക്ഷണം കൊടുക്കലും അതൊക്കെ ചെയ്യാനുള്ളതല്ലേ. എൻ്റെ കുട്ടി അതൊന്നും വിചാരിക്കണ്ട, അതൊന്നും കരുതണ്ട. വേഗം നമുക്ക് ഒരു കല്യാണം അങ്ങോട്ട് നടത്താം, അതായിരിക്കും നല്ലത്. ഉമ്മയുടെ വാക്ക് അത് ഷെഫി ഉസ്താദിൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കാരണം താൻ ഏറെ ആഗ്രഹിച്ച, താൻ ഏറെ പ്രതീക്ഷിച്ച തൻ്റെ പ്രിയപ്പെട്ട ഫർസാന എന്ന ജസീന, അവൾ തന്നെ ഉപേക്ഷിച്ച് മറ്റുള്ള ഒരാളുടെ കൂടെ പോയി. ഇനി അവളുടെ കാര്യം പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തൊക്കെയാണാവോ. എന്നാലും ഒരു കുഞ്ഞിനെയും കൊണ്ട് അവൾ എൻ്റെ അടുക്കിലേക്ക് വന്നത്, അതാണ് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നത്. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ ഇപ്പോഴും അവളായിരുന്നു. പക്ഷേ അവളുടെ മനസ്സിൽ ഞാനുണ്ടല്ലോ. എന്ത് ചെയ്യാൻ? ഉമ്മ വീണ്ടും വീണ്ടും കല്യാണക്കാര്യത്തെക്കുറിച്ച് വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. പല കഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ടും ഉമ്മാക്ക് അത് വിടുന്ന ലക്ഷണമില്ലായിരുന്നു. ഒടുവിൽ അവനത് തീരുമാനിക്കുന്നു. എന്തായാലും വേണ്ടില്ല, എൻ്റെ ഉമ്മ എൻ്റെ എല്ലാ ഇഷ്ടത്തിനും കൂട്ടു നിൽക്കുന്നതാണ്. പക്ഷേ ഉമ്മയുടെ ഒരു ഇഷ്ടത്തിനെങ്കിലും ഞാൻ നിന്നില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ. അല്ലാ നീ കാക്ക്. ആ രാത്രിയിൽ ഉമ്മാക്ക് അതാ അയൽവാസി താത്ത വിളിക്കുന്നു. ഹലോ, പിന്നെ ഇക്കാക്ക ഞാൻ പറഞ്ഞിരുന്നു ആരോടൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഉസ്താദിൻ്റെ കല്യാണം നോക്കുന്നുണ്ടോ, കുറേ ആൾക്കാർ കാത്തിരിക്കുന്നുണ്ട് പറഞ്ഞു ആ ഒരു ഉസ്താദിന് വേണ്ടി. അപ്പോൾ 2-3 ഇങ്ങനെ വന്നിക്കണ്. അതിലിപ്പോൾ ഒരാലോചന ഏകദേശം ഒരു ഒത്ത മട്ടുണ്ട്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ ഉസ്താദിനോടൊന്ന് അവിടേക്കൊന്ന് കാണാൻ ചെല്ലാനേ. റബ്ബേ, ആണോ? മാഷാ അല്ലാ, ആയിക്കോട്ടെ. എൻ്റെ മോനോട് ഞാൻ ഇന്ന് തന്നെ
വിളിച്ചു പറയാം. എന്നായിക്കോട്ടെ. ആ രാത്രിയിൽ തന്നെ അത് ഷെഫി ഉസ്താദിനെ ഉമ്മ വിളിക്കുന്നു. ഉമ്മ വീണ്ടും ഈ സമയത്ത് വിളിക്കുന്നത് കണ്ടപ്പോൾ ഷെഫി ഉസ്താദിന് ഏറെക്കുറെ കാര്യം ഉറപ്പായി. ഇതിപ്പോൾ സംഭവം ഉമ്മ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചാണ്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഹലോ ഉമ്മ. അസ്സലാമു അലൈക്കും മോനെ. വലൈക്കും അസ്സലാം. ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു പെണ്ണ് കാണാൻ പോകണ്ടേനോ? ഉമ്മ നിങ്ങൾ എന്തീ പറയണത്? അതേ മോനെ, 2-3 എനിക്ക് വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് എത്ര പെണ്ണുങ്ങളാണല്ലോ എൻ്റെ പിന്നാലെ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞു. എല്ലാവരും ചോദിക്കുക എന്തൊക്കെ തന്നെയല്ലോ അതിലൊന്ന് തിരഞ്ഞെടുത്ത് കാണ്ട് നമുക്കൊന്ന് പോയി നോക്ക് ഫസ്റ്റ്. ഒന്ന് പോയി നോക്കി പറ്റിക്കണമെങ്കിൽ നമുക്ക് അതങ്ങോട്ട് നോക്കാം. അത് കേട്ടപ്പോൾ അവന് പിന്നീട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. എൻ്റെ ഉമ്മയുടെ ഇഷ്ടത്തിൽ നിൽക്കുക, അതായിരിക്കും നല്ലത്. എൻ്റെ ഉമ്മക്ക് അത്രക്കും ആഗ്രഹമാണ്. കാരണം ഞാൻ ഇനിയും ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ അവർ ഒരിക്കലും വരില്ലെങ്കിൽ ഞാൻ വെറുതെ വഷളാവുകയായിരിക്കും. കുറച്ചൊക്കെ ഉമ്മയുടെ ഭാഗവും നോക്കുന്നത് നല്ലതായിരിക്കും. ഉമ്മ ഒരുപാടായില്ലേ എന്നോടിങ്ങനെ പറയുന്നു. എല്ലാ പ്രാവശ്യവും ഉമ്മയെ ധിക്കരിച്ചുകൊണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പടച്ചവൻ എന്നെ പരീക്ഷിച്ചാലോ? തൽക്കാലം ഉമ്മക്ക് സമ്മതം കൊടുക്കുകയായിരിക്കും നല്ലത്. ഉമ്മ ഞാൻ നാളെ പറയാട്ടോ. എന്താ എൻ്റെ പൊന്നും മോനെ? എന്നായിക്കോട്ടെ, ഉമ്മാൻ്റെ ഇഷ്ടം പോലെ. മോനെ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കുട്ടിയുടെ ആഗ്രഹം കൂടി എന്താ ഏതാന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് അറിയണം. എനിക്ക് ഏത് രീതിയിലുള്ള മോനെ ഇഷ്ടം? ഉമ്മ എനിക്ക് കുറച്ചൊക്കെ ദീനിയായി നടക്കുന്നത് വേണം. അത് ഇപ്പോൾ കിട്ടാൻ പ്രയാസമല്ലേ. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ട് നന്നാക്കേണ്ടി വരും. അങ്ങനെയൊക്കെ എങ്ങനെയായാലും വേണ്ടില്ല. ഉമ്മാൻ്റെ ഇഷ്ടം പോലെ നമുക്ക് പിന്നെ നന്നാക്കി എടുക്കാമല്ലോ. ആയിക്കോട്ടെ മോനെ, എന്നാൽ അങ്ങനെ ചെയ്യാം. ഷെഫി ഉസ്താദിൻ്റെ വിവാഹാലോചന അതാ നല്ല രീതിയിൽ ഉമ്മ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുവാൻ വേണ്ടി തുടങ്ങുന്നു. അന്ന് തന്നെ അവരുടെ ഇത്തയുടെ അടുക്കലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. മോൻ സമ്മതിച്ചിക്കണ്. ആയിക്കോട്ടെ ഇൻഷാ അല്ലാ, നമുക്ക് പറ്റുകയാണെങ്കിൽ ആ കുട്ടിക്ക് കുട്ടി എന്ന് വെച്ചാൽ നല്ല ദീനിയായ നടക്കുന്ന കുട്ടിയാണ്. അതേ താത്ത, എൻ്റെ കുട്ടി ആയതുകൊണ്ട് ഞാൻ പറയില്ല. തെറ്റായൊരു പ്രവൃത്തി എൻ്റെ കുട്ടി പോലില്ല. എൻ്റെ കുട്ടി ആഗ്രഹിച്ചിരുന്നത്രേ ഒരു പെൺകുട്ടിനെ. പക്ഷെ അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരമൊന്നുമില്ല. ആൾക്ക് മറന്നിക്കണോ എൻ്റെ മനസ്സിൽ? ഇനി വേദന ഉണ്ടോ അറിയില്ല. ഹയറാണെങ്കിൽ അതന്നെ എൻ്റെ കുട്ടിക്ക് പഠിച്ചാൽ കൊടുക്കട്ടെ. പക്ഷേ അതിപ്പോൾ ഒരു വഴിയില്ലല്ലോ. ഇനിയിപ്പോൾ ഓനെങ്ങനെ പാത്തച്ച ശരിയാവില്ല. വേഗം കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പിന്നെ പറ്റുന്നുണ്ടെങ്കിൽ നാളത്തിനൊന്ന് ചെല്ലാൻ പറഞ്ഞേനെ. എന്നാൽ ഞാൻ മോനോട് വിളിച്ച് പറയട്ടെട്ടോ. അപ്പോൾ തന്നെ ഉമ്മ അതാ ഷെഫി ഉസ്താദിനെ വിളിച്ച് പറയുന്നു. മോനെ, ഉമ്മാൻ്റെ കുട്ടി പറ്റുന്നുണ്ടേ നാളെന്ന് വരിട്ടോ. ഉമ്മ എന്തേ? ഒന്നുമില്ല, നമുക്കൊന്ന് കാണാൻ പോവേനോ. ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു, വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഉമ്മ അങ്ങനെ നിർബന്ധിക്കല്ലേ. അഥവാ ഉമ്മക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയി കഴിഞ്ഞാൽ അത് മനസ്സിന് വല്ലാത്തൊരു ഖേദാവും. ഉമ്മയുടെ ഇഷ്ടം പോലെ തന്നെ പോകാം. അങ്ങനെ ഷെഫി ഉസ്താദ് പറയുന്നു. ഉമ്മ ഇൻഷാ അല്ലാ നാളെ ഞാൻ രാവിലെ വരാം. ആയിക്കോട്ടെ. അതിനു മുമ്പായിട്ട് ഉസ്താദിനോടൊന്ന് പറഞ്ഞ് അനുഗ്രഹം വാങ്ങണം. എൻ്റെ ഉസ്താദ് എനിക്ക് എപ്പോഴും സ്നേഹം തരുന്ന എൻ്റെ ഉസ്താദാണ്. അന്ന് രാത്രി തന്നെ അതാ ഷെഫി ഉസ്താദ് അത് വിചാരിക്കുന്നു. രാവിലെ ഉസ്താദിൻ്റെ അടുക്കൽ പോകണം. അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകണം. ആ രാത്രിയിൽ ഷെഫി ഉസ്താദിൻ്റെ മനസ്സ് കലങ്ങി മറിയുകയായിരുന്നു. റബ്ബേ, നാം ദുനിയാവിൽ ആഗ്രഹിച്ചുവെന്നും നമുക്ക് ലഭിക്കുന്നില്ല. അള്ളാഹുവേ, എന്തൊക്കെ തന്നെയാലും നീ ഹയറാക്കിക്കൊണ്ട മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ച കുട്ടി അവൾ എന്നെ ചതിച്ചിട്ട് പോയി. പഠിച്ചവനെ, ഇനി എനിക്കിതുപോലുള്ള പരീക്ഷണങ്ങൾ നീ തരല്ലേ അല്ലാ. അപ്പോഴും അതായിരുന്നു ഉസ്താദ് ദുആ ചെയ്തിരുന്നത്. ആ രാത്രിയിൽ ഉസ്താദിന് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു. നാളെ രാവിലെ പോകണം. ഉസ്താദിൻ്റെ അടുക്കിലേക്ക് പോയി സമ്മതം വാങ്ങണം. എന്നിട്ട് ഉമ്മയുടെ അടുക്കിലേക്ക് പോയിട്ട് ഞാനും ഉമ്മയും കൂടെ പോകും ഇൻഷാ അല്ലാ. അള്ളാഹുവേ, ഹൈറായാലും ഷെറായാലും പഠിച്ചവനെ എൻ്റെ ഉമ്മാൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണിത്. ഉമ്മയുടെ ആഗ്രഹം പോലെ. അള്ളാഹുവേ, നീ തുണക്കണം റഹ്മാനെ. എനിക്കൊന്നും അറിയണില്ല. ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് ലഭിച്ചിട്ടുമില്ല. ഇനി അങ്ങനെ ഇൻഷാ അല്ലാ. നാളെയാണ് ഷെഫി ഉസ്താദിൻ്റെ പെണ്ണു കാണൽ. അതിനു വേണ്ടി ഉമ്മയും ഒരുങ്ങുന്നുണ്ട്. പക്ഷേ ഷെഫി ഉസ്താദിൻ്റെ മനസ്സിൽ സങ്കടമായിരുന്നു. ആ രാത്രിയിൽ ദിക്റും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് ഷെഫി ഉസ്താദ് പതുക്കെയതാ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.